Namaste, Namaskar. Senior Professor Dr. Suresh K. Guptan, Director AIMRC Vice Chancellor IPSCU, Senior Professor Manipur International University with ICMR. ഇന്ന് ഞാനൊരു ആധികാരികമായി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആഗസ്റ്റ് 10, 2026 ഞങ്ങളുടെ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു ദീർഘകാല ഗവേഷണം ഞങ്ങൾ ലോകത്തിനോട് പറയുകയാണ്. ഞങ്ങൾ മില്ലറ്റ് ഗവേഷണത്തിന് ഇറങ്ങി ഏകദേശം 10 കൊല്ലത്തിലേറെയായി. 2015 മുതൽ ഞങ്ങൾ ചെറുധാന്യങ്ങൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ അഥവാ മില്ലറ്റ് എന്നതിൻ്റെ ഒരു ആധികാരിക പഠനത്തിലാണ്. 2023 ലോക ആരോഗ്യ സംഘടന മില്ലറ്റ് ഇയറായി ലോകത്തെ എല്ലാ മനുഷ്യരും മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ വർഷമായി ആചരിക്കുകയും ചെയ്തു. പക്ഷേ മില്ലറ്റുകളെ പറ്റി 90% മനുഷ്യർക്കും യാതൊന്നും അറിയില്ല എന്നാണ് ഞങ്ങളുടെ പഠനം. ഒന്ന്, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥ മില്ലറ്റുകൾ, അതാത് രോഗങ്ങൾക്കുള്ള യഥാർത്ഥ ചെറുധാന്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. 2, കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ പല ചെറുധാന്യങ്ങളും മില്ലറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവിടത്തേതാണെന്ന് പറഞ്ഞ് പല ധാന്യങ്ങളും തെറ്റായി വിൽക്കപ്പെടുന്നുമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഗവേഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി മില്ലറ്റുകളിൽ റാഗി, മുത്താറി, പഞ്ഞപ്പുല്ല്, പൂവരുക്, 2 ഫോക്സ് ടെയിൽ മില്ലറ്റ്, അതിൽ ഞങ്ങളുടെ ബെനിയാഡ് മില്ലറ്റ് എന്ന് പറയുന്ന കുതിരവാലൻ, ഈ മില്ലറ്റ് അമിതവണ്ണക്കാർക്കും ലൈംഗിക പ്രശ്നമുള്ളവർക്കും വന്ധ്യതയ്ക്കും ഏറ്റവും നല്ല ചെറുധാന്യമാണ് ഈ കുതിരവാലൻ എന്നൊക്കെ പറയുന്ന ബെനിയാഡ് മില്ലറ്റ്. പിന്നെ ഫോക്സ് ടെയിൽ മില്ലറ്റ്, അതൊരു അത്ഭുതമായ കാൽസ്യത്തിൻ്റെയും മറ്റ് ധാതുക്കളുടെയും ഫോളിക് ആസിഡിൻ്റെയും കലവറയാണ് ഈ പറഞ്ഞ ചെറുധാന്യങ്ങളിൽ. പക്ഷേ ഇത് എങ്ങനെ കഴിക്കണം, എങ്ങനെ കുക്ക് ചെയ്യണം അഥവാ പാകം ചെയ്യണമെന്നൊന്നും സാധാരണ മലയാളിക്ക് അറിയില്ല. ഞങ്ങൾ ആധികാരികമായി പറയുന്നു, നിങ്ങൾ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെറുധാന്യം കഞ്ഞി വെച്ചോ, പ്രത്യേകിച്ച് ഫോക്സ് ടെയിൽ മില്ലറ്റ്, റാഗി എന്നിവ നിങ്ങൾക്ക് കഞ്ഞി രൂപത്തിൽ ഉണ്ടാക്കാം. ഫോക്സ് ടെയിൽ മില്ലറ്റിൽ നിങ്ങൾക്ക് തേങ്ങ ചരുകി തേൻ ഉപയോഗിക്കാം. ഈ പറയുന്ന മില്ലറ്റുകളിൽ ഏറ്റവും കേമൻ, ഉഗ്രൻ അഥവാ ഇതിൽ ഏറ്റവും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് രാജ്ഗിര എന്ന് പറയുന്ന പൊരിച്ചീരയാണ്. ഇത് ഒറീസയിലാണ് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ വളരെ പ്രഗത്ഭനായ, വളരെ കഴിവുള്ള, യോഗ്യനായ ഒരു കർഷകൻ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആദരണീയ ശ്രീ ശരത് നാരായൺ സർ, അഗളി, അട്ടപ്പാടി. അദ്ദേഹത്തിൻ്റെ സെൽ നമ്പർ 9871462312, അഗളി, അട്ടപ്പാടി. അവിടെ അദ്ദേഹം ന്യൂഡൽഹിയിൽ നിന്ന് തൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ അട്ടപ്പാടിയിൽ ആദിവാസികളുമായി ചേർന്ന് സഹകരിച്ച് ഈ പറയുന്ന രാജ്ഗീര അഥവാ പൊരിച്ചീരയുടെ വലിയ ഉൽപാദനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി കേട്ടറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ എൻ്റെ അന്താരാഷ്ട്ര പ്രസ്റ്റീജ് ഗവേഷണ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ക്ഷണിക്കുകയും ഇതിൻ്റെ ഗവേഷണത്തിൽ ഏർപ്പെടുകയും ഉണ്ടായി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇത് ഗ്ലൂട്ടൻ ഫ്രീ അഥവാ സീലിയാക് രോഗങ്ങളിൽ, പ്രത്യേകിച്ച് സീലിയാക് ന്യൂറോപ്പതി, കാർഡിയോ വാസ്കുലാർ ഡിസീസ് അടക്കമുള്ള റയർ അപൂർവ നാഡീഞരമ്പ് രോഗങ്ങളിൽ ഈ പറയുന്ന ഇത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ടെന്ന്
ഞാൻ ലോക ജനതയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വളരെ നിങ്ങളുടെ കൃഷി സ്ഥലത്തെ വിലയ്ക്ക് ശ്രീ ആദരണീയ ശരത് നാരായൺ സാർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് അദ്ദേഹം നടത്തുന്ന ആ സേവന പ്രവർത്തനം. കാരണം ഈ ചീരയുണ്ടാക്കാൻ പലതരത്തിലുള്ള പക്ഷിമൃഗാദികളുടെയും ശല്യം കഴിഞ്ഞു വേണം ഇത് ഊരുകളിൽ, കൃഷിയിടങ്ങളിൽ, അട്ടപ്പാടിയിൽ ഉൽപ്പാദിപ്പിക്കാൻ. പക്ഷെ ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറയുന്ന മാഗ്നീഷ്യം, മാംഗനീസ്, പൊട്ടാസ്യം, ഫോളിക് ആസിഡ്, അമിത അളവിലുള്ള പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് ഈ പൊരിച്ചീര. ഇത് നിങ്ങൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാം. അദ്ദേഹം നിങ്ങൾക്ക് ഈ സാധനങ്ങൾ അതാത് സ്ഥലത്ത് കൊറിയറിൽ എത്തിച്ചു തരും. ഇത് മാത്രം പോരാ, നിങ്ങൾ കോറ, റാഗി, മുത്താറി, പഞ്ഞപ്പുല്ല്, റാഗി, കോറ, ചാമ, ചോളം, കമ്പ്, തിന, കുതിരവാലൻ അഥവാ ബനിയൻ, ഈ മില്ലറ്റ് അടക്കം നിങ്ങൾ ബാർലി, റവ, ഇതെല്ലാം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ മിക്ക മാറാ രോഗങ്ങളിൽ നിന്നും, അപൂർവ രോഗങ്ങളിൽ നിന്നും, ഈ കാലഘട്ടത്തിലെ പല ഗുരുതര രോഗങ്ങളിൽ നിന്നും, ഹൃദ്രോഗങ്ങളിൽ നിന്നും, മസ്തിഷ്ക രോഗങ്ങളിൽ നിന്നും, ഇപ്പോൾ ആദിവാസി മേഖലയിൽ മാത്രമുള്ള സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രക്തക്കുറവ്, ഇത് 7 തരമുണ്ട്. ഈ എല്ലാവിധ അനീമിയയിൽ നിന്നും നിങ്ങൾക്ക് ഈ പൊരിച്ചീര കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ ആധികാരികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഫുഡ് ഈസ് മെഡിസിൻ. നിങ്ങൾ ഭക്ഷണം മരുന്നായി ഉപയോഗിക്കണം. ഒപ്പം ഭക്ഷണം പോഷണമുള്ളതായിരിക്കണം. തവിട് കളയാത്ത ധാന്യങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ അട്ടപ്പാടി സന്ദർശിക്കുക, ശ്രീ ആദരണീയ ശരത് നാരായൺ സാറെ, കർഷകനെ സമീപിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ മില്ലറ്റുകളും ഉൽപാദന വിലയ്ക്ക് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് 2 വാക്കുകൾ ചോദിക്കാം. ബഹുമാനപ്പെട്ട ശരത് നാരായൺ സാർ, എങ്ങനെയാണ് നിങ്ങളിത് ഉൽപ്പാദിപ്പിക്കുന്നത്? പ്ലീസ്, ഈ ഉൽപാദനം എങ്ങനെയാണെന്ന് ചെറുതായി ഒന്ന് വിശദീകരിക്കാം. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമസ്തേ. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വിത്ത് ശേഖരണം മുതലുള്ള കാര്യങ്ങളാണ്. വിത്ത് ആദ്യം ശേഖരിച്ചു, സ്വന്തമായിട്ട് എൻ്റെ കൃഷിയിടത്ത് തന്നെ കൃഷി ചെയ്തു. അതിനുശേഷം വിവിധ ഊരുകളിൽ കൃഷിക്ക് തൽപരരായിട്ടുള്ള ആദിവാസി സഹോദരങ്ങളെ സമീപിച്ചു. അവർക്ക് വിത്ത് എത്തിച്ചു നൽകി. ആ വിത്തിൽ നിന്ന് അവർ ഉണ്ടാക്കുന്ന ചെറുധാന്യങ്ങൾ വില കൊടുത്ത്, അതായത് മതിയായ വില കൊടുത്ത്, അവരുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള വില കൊടുത്ത് ശേഖരിക്കുകയും അതിനെ പൂർണ്ണമായി തവിട് കളയാതെ ഉൽപ്പാദിപ്പിച്ചാണ് ഞാൻ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത്. കാരണം പൂർണ്ണമായി തവിട് കളയാത്ത മില്ലറ്റിന് മാത്രമാണ് ഏറ്റവും അധികം ഗുണമുള്ളത്. മറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന മില്ലറ്റുകൾ മില്ലറ്റ് ആണോ എന്ന് തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ടാണ് അട്ടപ്പാടിയുടെ മണ്ണിൽ വിളയുന്ന, അട്ടപ്പാടിയുടെ മണ്ണെന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ അംശമുള്ള മണ്ണാണ്. ആ മണ്ണിൽ വിളയുന്ന ചെറുധാന്യങ്ങൾക്ക് അഥവാ മില്ലറ്റിന് അപൂർവമായ ഗുണങ്ങളുള്ളതാണ്. പൊണ്ണത്തടി, ക്യാൻസർ, മറ്റ് നാഡീസംബന്ധ രോഗങ്ങൾ, മറ്റ് സെക്സ് ഇഷ്യൂസ് തുടങ്ങിയിട്ടുള്ള എല്ലാ രോഗങ്ങളും അതാത് ധാന്യങ്ങൾ കഴിക്കണം. എനിക്ക് പൊണ്ണത്തടിയാണുള്ളതെങ്കിൽ പൊണ്ണത്തടിയുടെ പരിഹാരം ഉണ്ടാക്കുന്ന മില്ലറ്റ് കഴിക്കണം. അത്തരത്തിൽ ഓരോന്നും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്താണോ വിഷയം, ഇനി നിങ്ങൾ എവിടെ നിന്ന് മില്ലറ്റ് വാങ്ങിയാലും കുഴപ്പമില്ല, മില്ലറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ചെറിയ അറിവുകൾ എനിക്ക് നൽകാൻ കഴിയും. എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഡോക്ടർ സാർ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾക്കും മില്ലറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയില്ല. അത്തരത്തിൽ എൻ്റെ എന്ത് സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും എൻ്റെ നമ്പർ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങയുടെ നമ്പർ ഒന്ന്, അങ്ങയുടെ സെൽ നമ്പർ ഒന്ന് പറയാം. എൻ്റെ നമ്പർ 9871462312. അങ്ങ് അട്ടപ്പാടിയിൽ എവിടെയാണ് ഓഫീസും കൃഷിസ്ഥലം? അട്ടപ്പാടിയിൽ ഞാൻ അഗളിയിലാണ് താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായി 2 സ്ഥലങ്ങളിൽ കൃഷി സ്ഥലമുണ്ട്. ഒന്ന് അഗളിയിൽ തന്നെയാണ്, 2 നരസിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അട്ടപ്പാടിയിലെ മണ്ണിന്റെ, അട്ടപ്പാടി എന്ന ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്നൊന്ന് പറയാം. അട്ടപ്പാടിയുടെ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ് നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ വലിയ തോതിലുള്ള വികസനവും കാര്യങ്ങളും എത്തിയിട്ടുള്ളത്. മുമ്പ് അട്ടപ്പാടി ഇപ്പോഴും അതിമനോഹരമായ കേരളത്തിലെ ഒരു ഭൂപ്രദേശമാണ്. വരുന്നവരെ രാജകീയമായി സ്വീകരിച്ച് നല്ല നിലയിൽ ട്രീറ്റ് ചെയ്തു വിടുന്ന നല്ല മനസ്സുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്.
അവിടെയുള്ള റിസോർട്ടുകളിലും മറ്റും താമസിക്കാൻ വരുന്നവർക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അട്ടപ്പാടിയുടെ മണ്ണിൽ ഉണ്ടാകുന്ന എല്ലാ വിളകളും അതീവ രുചികരമാണ്. രാസവളങ്ങൾ ചേർക്കാതെയാണ് ആദിവാസി സഹോദരങ്ങൾ അവരുടെ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു കാര്യം കേട്ടാൽ നിങ്ങൾക്ക് വളരെ അതിശയകരമായി തോന്നും. കൃഷിഭൂമിയിൽ ആദിവാസികൾ പ്രവേശിക്കുന്നത് ചെരുപ്പിടാതെയാണ്. കാരണം അവരതൊരു വലിയ പുണ്യമായിട്ടാണ് കൃഷിയെ കരുതുന്നത്. അതിലവർ തുപ്പുകയോ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അവർ യാതൊരുവിധ മലമൂത്ര വിസർജനം പോലും ചെയ്യാറില്ല, തുപ്പുക പോലും ചെയ്യാറില്ല. കൃഷിയിടത്തിൽ കയറുമ്പോൾ അവർ ചെരുപ്പ് ധരിക്കുന്നവരാണെങ്കിൽ ചെരുപ്പ് ഊരി സൈഡിൽ വെച്ചിട്ട് മാത്രമാണ് കൃഷി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവർ ആ വിളയെ എത്രത്തോളം നല്ല രീതിയിലാണ് പരിപാലിക്കുന്നത്. അതുതന്നെയാണ് അട്ടപ്പാടിയുടെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ കണ്ടത്. കാരണം ഇത്രയും വർഷങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹത്വം അവർ കൃഷി ചെയ്യുന്നതിലെ നന്മയാണ്. അവർ പണമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമല്ല കൃഷി ചെയ്യുന്നത്. ഈ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. പണ്ടുകാലത്ത് അവർ ബാർട്ടർ സിസ്റ്റത്തിന് മുൻപും അതിനുശേഷവും അവർ ഈ വിളകൾ ആളുകൾക്ക് നൽകുകയായിരുന്നു ചെയ്തത്. അതിന് പകരം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പകരം വാങ്ങുകയായിരുന്നു ചെയ്തത്. ഇപ്പോഴാണ് പണത്തിന്റെ ക്രയവിക്രയം നാട്ടിൽ വ്യാപിച്ചപ്പോൾ അതിൽ ഏറ്റുവാങ്ങുന്നത്. ഇപ്പോഴും ഇത് മതിയായ വില നൽകി ശേഖരിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം, മതിയായ വില നൽകുമ്പോൾ മാത്രമേ അടുത്ത തവണയും അവർ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾക്ക് ഇത് കൊടുക്കുവാൻ കഴിയുള്ളൂ. മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ചെറുധാന്യങ്ങളും ചെറുധാന്യമാണെന്ന് ധരിക്കരുത്. നല്ല ചെറുധാന്യങ്ങൾക്ക് അട്ടപ്പാടിയിൽ പലരും ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ഞാനും. എങ്കിലും നല്ലത് ഏതെന്ന് തീരുമാനിച്ച് ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പൊരി ചീര അഥവാ രാജ്ഗീര എങ്ങനെയാണ് ഇത് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്? ഇതെങ്ങനെ കുക്ക് ചെയ്യണം? അതൊന്ന് അങ്ങ് പറയാം. പൊരിച്ചീര യഥാർത്ഥത്തിൽ പൊരിച്ചീര ഉപയോഗിക്കുന്നത് നേരിട്ടല്ല. പൊരിച്ചീരയ്ക്ക് ഒരു മട്ടി ടേസ്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പൊരിച്ചീരയെ, ഇതാണ് പൊരിച്ചീര, ഈ പൊരിച്ചീര ഇത് വൃത്തിയാക്കിയതാണ്. ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്യണം. വീട്ടിൽ കിട്ടുമ്പോൾ ഇത് ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം അതിനെ ഉണക്കി വൃത്തിയാക്കി മൺചട്ടി, സാധാരണ നമ്മൾ മലര് പൊരിക്കുന്നത് പോലെ പൊരിക്കുക. മലര് പോലെ തന്നെ പൊരിഞ്ഞു വരും. ഓരോ ധാന്യവും പൊരിയും. മൺചട്ടിയിൽ വേണം ചെയ്യാൻ. ഫ്ലേക്സ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ. അപ്പം അതിനെ പോപ്പ് ചെയ്തെടുത്തിട്ട് അതിനെ ക്രഷ് ചെയ്ത് നല്ല നാടൻ ശർക്കരയോ തേനോ അല്ലെങ്കിൽ ഇതോ രണ്ടും കിട്ടിയില്ലെങ്കിൽ പഴമോ ചേർത്ത് ഇത് നന്നായി ഉപയോഗിക്കാം. ഇത് പ്രോട്ടീൻ റിച്ചാണ്. മഗ്നീഷ്യവും മാംഗനീസും അടങ്ങിയിട്ടുണ്ട്. ഇത് കാൽഷ്യം റിച്ചാണ്. അപ്പം ഒരു സാധാരണ മനുഷ്യന് ആവശ്യമുള്ള, വളരെ ക്ഷീണിതരായിരിക്കുന്ന ആളുകൾ, ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗിച്ചാൽ വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാ മനുഷ്യരും, കേരളീയരെല്ലാം ഒരു തവണയെങ്കിലും അട്ടപ്പാടി സന്ദർശിക്കുക, അഗളി സന്ദർശിക്കുക. ഒപ്പം ആദരണീയ ബഹുമാന്യനായ ഈ വലിയ കർഷകനായിട്ടുള്ള ഈ സാറെ, ശരത് നാരായൺ സാറെ സന്ദർശിക്കുക. നിങ്ങൾ ഇതൊക്കെ അദ്ദേഹം ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിമെൻ്റായോ ചെറിയ വിലയിലോ തന്നേക്കാം. നിങ്ങൾ ആരോഗ്യവാന്മാരായി പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതിയാണ് ഏറ്റവും വലിയ ചീഫ് ഡോക്ടർ, പ്രകൃതിയാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, പ്രകൃതിയാണ് ഏറ്റവും വലിയ സ്രാഷ്ടാവ് അഥവാ ദൈവം. താങ്ക് യു. നമസ്തേ, നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനം, ഈ കർഷക വൃത്തി വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.